വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത പറഞ്ഞ കള്ളങ്ങളൊക്കെ വിശ്വസിച്ച് ശാരദാമ്മ എന്തിനാണ് പ്രീതിയെ വഴക്ക് പറഞ്ഞത് എന്നറിയാനായി പ്രീതിയെയും കൂട്ടി സത്യഭാമ ശാരദാമ്മയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വിഷ്ണു ചെയ്ത കാര്യങ്ങളൊക്കെ ശാരദാമ്മ സത്യഭാമയോട് പറയുകയാണ്. പക്ഷെ വിഷ്ണുവാണ് അതെന്ന് സത്യഭാമയ്ക്ക് മനസ്സിലാകുന്നില്ല. അവസാനം വിഷ്ണുവിന്റെ പേര് അറിയാമോ എന്ന് ശാരികയോടും ശ്യാമയോടും തിരക്കുകയാണ് ശാരദാമ്മ. ഇല്ലമ്മയെന്ന് പറയുകയാണ് ശ്യാമ. ശാരികയും പറയുന്നു, പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ശാരദാമ്മ പറയുകയാണ്, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നുള്ള പരിചയമാണ്. ഇവിടെ വരുന്നവരോടെല്ലാം ഞങ്ങൾ നല്ല രീതിയിലാണ് പെരുമാറാറുള്ളത്. അയാൾ പക്ഷെ അത് തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് തോന്നുന്നു. ശാലിനിയോട് അയാൾക്ക് പ്രേമമാണെന്ന്, അവളുടെ വിവാഹ നിശ്ചയമാണ് നടക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഇവിടെ കയറി വന്ന് അയാൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്തൊക്കെയാണ് അവനിവിടെ കാട്ടിക്കൂട്ടിയതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ശാരിക പറയുകയാണ്, സത്യാമ്മയുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് അയാളാണെന്നാണ് അയാൾ ശാലിനിയോട് പറഞ്ഞിട്ടുള്ളത്. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത അനാഥനാണത്രേ അയാൾ. അനാഥനോന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതെ, അയാളൊരു റബ്ബർ എസ്റ്റേറ്റിന്റെ മാനേജർ കൂടിയാണ്. റബ്ബർ എസ്റ്റേറ്റിൽ ഞങ്ങൾ പോയിട്ടുമുണ്ട്. സത്യഭാമ പറയുകയാണ്, റബ്ബർ എസ്റ്റേറ്റ് മാനേജറോ? നോക്ക്, എന്റെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ഞാൻ വേറെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ചെയ്യുന്നത് എന്റെ മകനാണ്, ഇവളുടെ കൂടപ്പിറപ്പ്. ശാരദാമ്മ പറയുകയാണ്, അയ്യോ, നിങ്ങളുടെ മകനല്ല സത്യാമ്മ, അവൻ നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരൻ തന്നെയാണ്. നിങ്ങളുടെ മകൾക്ക് അയാളെ അറിയാം. അന്നേരം ഒന്ന് ഞെട്ടുകയാണ് പ്രീതി. അതാണ് അവനെ അന്വേഷിച്ച് പ്രീതി കുറച്ചു മുന്നേ ഇങ്ങോട്ട് ഫോൺ വിളിച്ചത്. അന്നേരം ദേഷ്യത്തോടു കൂടി സത്യഭാമ പ്രീതിയോട് ചോദിക്കുകയാണ്, നേരാണോടി ഇത്? അതേന്ന് പ്രീതി പറയുമ്പോൾ ആരാവെന്ന് ചോദിക്കുകയാണ് സത്യഭാമ. എനിക്ക് കണ്ടാൽ അറിയാമെന്നേ ഉള്ളൂ അമ്മേ, പേരൊന്നും അറിയില്ല. അപ്പോൾ നീ അവനെ അന്വേഷിക്കാൻ കാരണം? നമ്മുടെ വീട്ടിലെ AC കേടായപ്പോൾ നന്നാക്കാൻ വന്നത് അയാളായിരുന്നു. സംസാരിച്ച കൂട്ടത്തിൽ ഇതുപോലെ അനാഥനാണെന്നും കുടുംബശ്രീ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ AC-യുടെ കൂളിംഗ് വീണ്ടും കുറഞ്ഞു. അയാളുടെ നമ്പരൊന്നും എന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു നോക്കിയതാണ്. സത്യഭാമ പറയുകയാണ്, അനാഥൻ, റബ്ബർ എസ്റ്റേറ്റ് മാനേജർ, AC റിപ്പയറിംഗുകാരൻ, സത്യാമ്മയുടെ വീട്ടിലെ ജോലിക്കാരൻ. അവന് വേഷങ്ങൾ പലതാണല്ലോ. ഏതായാലും ഒന്ന് ഉറപ്പിച്ചോളൂ ശാരദാമ്മേ, അവനെ ഈ നിമിഷം ഇവിടെ വിളിച്ചു വരുത്തി നിങ്ങളുടെയും കല്യാണം മുടങ്ങിയ ഈ കുട്ടിയുടെയും കാല് പിടിപ്പിച്ച് മാപ്പ് പറയിപ്പിക്കുകയാണ് വേണ്ടത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നർത്ഥം. ശാരികയെ ചൂണ്ടി സത്യഭാമ പറയുകയാണ്, ഈ മകളുടെ പ്രായത്തിൽ എനിക്കും ഒരു മകൾ ഉള്ളതാണ്. അത് മറക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും. ശാരദാമ്മ പറയുകയാണ്, സത്യാമ്മ ക്ഷമിക്കണം. ഒരമ്മയുടെ മനസ്സിന് താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതൽ കാര്യങ്ങളാണ് ഇന്നെന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇനി ഈ മുറ്റത്തൊരു ചോദ്യവും പറച്ചിലും വേണ്ട. നാടിനും നാട്ടുകാർക്കും മുൻപിൽ ഇപ്പോൾ തന്നെ നാണം കെട്ടു കഴിഞ്ഞു. അന്നേരം ശാരികയുടെ മുഖം നോക്കി സങ്കടപ്പെടുകയാണ് സത്യഭാമ. ഇനിയും ഈ വിഷയം കൂടുതലായാൽ തെറ്റ് അവന്റെ ഭാഗത്താണെങ്കിലും എന്റെ മകളെ കുറ്റം പറയാനാകും നാട്ടുകാർക്ക് ഉത്സാഹം. സത്യഭാമ പറയുകയാണ്, മനസ്സിലായി ശാരദാമ്മേ, തൽക്കാലം നിങ്ങൾ ഈ വിഷയം വിട്ടോളൂ. ഇനി ഇത് സത്യഭാമയുടെ വിഷയമാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സത്യഭാമയുടെ പേരിലാണ് അവൻ വിലസുന്നത്. ഇന്ന് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പേ എന്റെ മുൻപിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും അവന്. എന്റെ വാക്കാണ് ഇത്, എന്റെ തീരുമാനം എന്ന് പറഞ്ഞ് പ്രീതിയെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെയാണ്. അന്നേരം വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ. സത്യഭാമയുടെ കോൾ കണ്ട് വിഷ്ണു കരുതുകയാണ്, ഈശ്വര, അമ്മയാണല്ലോ, അമ്മയെല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമോ? അറിയുന്നെങ്കിൽ അറിയട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് വിഷ്ണു. ഹലോ അമ്മയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, നിനക്കൊരു റബ്ബർ എസ്റ്റേറ്റ് മാനേജരെ അറിയാമോ? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പോകാറുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിൽ AC നന്നാക്കാൻ വന്നെന്നും പറയുന്നു. പ്രീതിക്ക് അവനെ കണ്ടാലറിയാം. ഓർക്കുന്നുണ്ടോ നീ അതാരാണെന്ന്? വിഷ്ണു പറയുകയാണ്, ഞാൻ അത് ശരിക്ക് ഓർക്കുന്നില്ലമ്മേ. ആരായാലും ശരി, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പേ അവൻ എൻ്റെ കാൽച്ചുവട്ടിൽ ഉണ്ടായിരിക്കണം. അവൻ എന്താ ചെയ്തതെന്ന് അറിയുമോ നിനക്ക്? അവൻ ശാരദയുടെ മകളുടെ കല്യാണം മുടക്കി. നിശ്ചയത്തിന് വന്ന ചെറുക്കന്റെ കവിളത്തടിച്ചു. ഒരു പെൺകുട്ടിയെ നാട്ടുകാരുടെ മൊത്തം മുൻപിൽ വെച്ച് അവൻ അപമാനിച്ചു. എല്ലാം നമ്മുടെ വീട്ടിലെ ജോലിക്കാരൻ ആണ് എന്നുള്ള അഹങ്കാരം കൊണ്ട്. സത്യഭാമയുടെ പേര് പറഞ്ഞാൽ അവനെ ആരും തൊടില്ല എന്നാണ് പറച്ചിൽ. ആ ധിക്കാരം ഇന്ന് അവസാനിക്കണം. കാരണം അവനെ ചെയ്തു കൂട്ടിയതിനൊക്കെ ഉത്തരവാദി ഇനി ഞാനാകും. അതുകൊണ്ട് മേലിൽ സത്യഭാമ എന്ന പേരുച്ചരിക്കാൻ അവന്റെ നാവ് ഉയരരുത്. അതിന് വേണ്ടത് തികച്ചു കൊടുക്കണം നമുക്ക്. അതല്ലമ്മേന്ന് വിഷ്ണു പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഇന്ന് വൈകുന്നേരത്തിനകം അവനെ എനിക്ക് കിട്ടിയിരിക്കണം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. പിന്നീട് വീട്ടിലേക്ക് എത്തുകയാണ് സത്യഭാമയും പ്രീതിയും. സത്യഭാമയെ കണ്ട് വിഷ്ണു കരുതുകയാണ്, ഇനി എന്തു സംഭവിച്ചാലും വേണ്ടില്ല, അമ്മയോടെല്ലാം തുറന്നു പറയണം.
സത്യഭാമ അകത്തേക്ക് കയറി പോകുമ്പോൾ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് പ്രീതി പറയുകയാണ്, ചെകിട്ടത്ത് 2 പൊട്ടിക്കുകയാണ് വേണ്ടത്. ഏട്ടനായിപ്പോയി എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അതിനിപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്? ശാലിനിയുടെ കല്യാണ നിശ്ചയം ആണെന്ന് കരുതി ഏട്ടൻ ചെയ്തു കൂട്ടിയത് എന്താണെന്ന് വല്ല ബോധവുമുണ്ടോ? ദേഷ്യപ്പെട്ട് വിഷ്ണു ചോദിക്കുകയാണ്, ഞാൻ പിന്നെ എന്താടി ചെയ്യേണ്ടത്? ശാലിനിയുടെ കല്യാണ നിശ്ചയം കണ്ടിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കണോ? എന്റെ പൊന്നേട്ട, ഏട്ടൻ ഇനിയും കഥയറിയാതെ കോമാളിയാകരുതേ. ഇവിടെ നടന്നത് ശാലിനിയുടെ കല്യാണ നിശ്ചയമാണെന്ന് ഏട്ടനോട് ആരാണ് പറഞ്ഞത്? പിന്നെയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, അവിടെ നടന്നത് ശാലിനിയുടെ ചേച്ചി ശാരികയുടെ വിവാഹ നിശ്ചയമാണ്. അതാണ് ഏട്ടൻ കുളമാക്കിയത്. അന്നേരം പ്രീതിയെ പിടിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, ശാരികയുടെയോ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുകയാണ്, അതെ. എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈവയ്ക്കുമ്പോൾ പ്രീതി പറയുകയാണ്, കാര്യമറിയാതെ എടുത്തു ചാടി ഏട്ടൻ എന്തൊക്കെയാണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ശാരികയുടെ നിശ്ചയം മുടക്കി, നിശ്ചയമല്ല കല്യാണം വരെ. നാട്ടുകാരുടെ മുൻപിൽ വെച്ച് ചെകിട്ട തടി കൊണ്ട ആ ചെക്കൻ ഇനി ആ വഴി തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? തയ്യാറാണെങ്കിൽ തന്നെ അവന്റെ അമ്മയും ബന്ധുക്കളും അതിന് തയ്യാറാകുമോ? ശാലിനിയുമായിട്ടുള്ള ബന്ധം ഏട്ടൻ അവിടെ വെച്ച് വിളിച്ചു കൂവിയതല്ലേ? ഒരുമിച്ച് യാത്ര ചെയ്തെന്നും ഒരുമിച്ചൊരു രാത്രി ഹോട്ടൽ മുറിയിൽ തങ്ങിയെന്നും ഒക്കെ. അതിനിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ? എന്തു പ്രണയത്തിന്റെ കഥ പറഞ്ഞാലും വിവാഹത്തിന് മുമ്പ് അന്യപുരുഷന്റെ കൂടെ ഒരു മുറിയിൽ തങ്ങിയെന്ന് പറയുന്നത് ആ പെണ്ണിനെ മറ്റൊരു കണ്ണുകൊണ്ട് മറ്റുള്ളവർ ഇനി കാണൂ. അവിടെ എന്തിനാ മറ്റുള്ളവര്? സ്വന്തം അമ്മ പോലും സംശയിച്ചു പിന്നെയല്ലേ? ഇതെല്ലാം കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് വിഷ്ണു. പ്രീതി പറയുകയാണ്, ഒരു ആൺതുണയില്ലാത്ത വീടാണ് അത്. ആ 4 പെണ്ണുങ്ങൾക്ക് ഇനി നാട്ടുകാരുടെ മുൻപിലുള്ള വില എന്താണെന്ന് ഒന്നാലോചിച്ച് നോക്കിക്കേ. ഇതിനൊക്കെ പുറമെ അമ്മ ഇതറിയുമെന്ന് ആലോചിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും അന്നേരം ഏട്ടന് ഇല്ലാതായോ? എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല നിന്നെ എന്തിനാ ശാരദാമ്മ വിളിച്ചത്? അവർക്കെവിടെന്നാ നിന്റെ നമ്പർ? അത് അവരെന്നെ വിളിച്ചതല്ല, ഞാൻ ശാലിനിയുടെ ഫോണിലേക്ക് അങ്ങോട്ടാണ് വിളിച്ചത്. പക്ഷേ അത് അറ്റൻഡ് ചെയ്തത് ശാരദാമ്മയാണ്. ഏട്ടനെ എത്ര തവണ ഞാൻ വിളിച്ചു. ഫോണൊന്ന് അറ്റൻഡ് ചെയ്യാനുള്ള മര്യാദയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഇവിടത്തെ പ്രശ്നങ്ങളെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ശാലിനിയുടെ കൂടെ ആയതുകൊണ്ടാണ് ഏട്ടൻ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് എന്ന് കരുതിയാണ് ഞാൻ ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചത്. അത് സുസ്മിത മറഞ്ഞു നിന്ന് കേൾക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതുമില്ല. അവൾ അത് വിഷ്ണുവേട്ടനും ശാലിനിക്കും എതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റി. ശാരദാമ്മ എന്നെ ചീത്ത പറഞ്ഞു എന്ന് അമ്മ അറിഞ്ഞാൽ അത് പോയി ചോദിക്കുമല്ലോ. അങ്ങനെ വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും ബന്ധം പൊളിക്കാനാണ് അവൾ ലക്ഷ്യമിട്ടത്. എല്ലാത്തിനും വഴിമെനഞ്ഞു കൊടുത്തിട്ടത് ഏട്ടൻ തന്നെയാണ്. ആ രാജേശ്വരിയാണ് പറഞ്ഞത് ശാലിനിയുടെ വിവാഹ നിശ്ചയമാണ് നടക്കുന്നതെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം ഏതാണ്ടത് ശരിവെക്കുന്നത് പോലെ ആയിരുന്നു. എന്റെ ഏട്ടൻ ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതെ ആയിപ്പോയല്ലോ. അവരെ വിശ്വസിക്കരുതെന്ന് അമ്മയടക്കമുള്ളവരോട് ഏട്ടൻ തന്നെയല്ലേ പറയാറ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആ രാജേശ്വരി എന്തെങ്കിലും ചെയ്യുമോ? അവർ കുളം കലക്കി മീൻ പിടിക്കാനാണ് ആലോചിക്കുന്നതെന്നുള്ള സാമാന്യ മര്യാദയൊന്നും ഇല്ലാതെ പോയല്ലോ എന്റെ ഏട്ടന്. എന്തായാലും രാജേശ്വരിയും സുസ്മിതയും ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നു. കോളേജ് ലെക്ചറുമായിട്ടുള്ള ശാരികയുടെ കല്യാണം മുടക്കണമെന്നും ശാരദാമ്മയും കുടുംബത്തെയും നാണം കെടുത്തണമെന്നുമായിരുന്നു രാജേശ്വരിക്ക്. വിഷ്ണുവേട്ടനെയും ശാലിനിയും തമ്മിൽ അകറ്റണമെന്ന് സുസ്മിതയ്ക്കും. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിഷ്ണു ചോദിക്കുകയാണ്, എടി ഞാൻ പോയിട്ട് മാപ്പ് പറഞ്ഞാൽ മതിയാകുമോ? മാപ്പ് പറയാം, പക്ഷേ ആ പെൺകുട്ടികൾക്കും ആ കുടുംബത്തിനും ഉണ്ടായ മാനനഷ്ടങ്ങൾക്ക് പകരം വയ്ക്കാൻ ഏട്ടന്റെ കയ്യിൽ എന്താ ഉള്ളത്? നിശ്ചയത്തിന് വന്ന് ആ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഓരോരുത്തരുടെയും വീടുകളിൽ പോയി വിവരിച്ചു കൊടുക്കാൻ ആകുമോ? ഇനി അതങ്ങനെ ചെയ്താൽ തന്നെ അവരത് വിശ്വസിക്കുമോ? ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ പൊറുക്കാനാവാത്ത തെറ്റാണ് ഏട്ടൻ ചെയ്തിരിക്കുന്നത്. പെണ്ണിന്റെ പേരിലുണ്ടാകുന്ന കളങ്കം എരിഞ്ഞു തീരുന്നത് അവളുടെ ചിതയിൽ മാത്രമാണ്. വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ്, എടി ഞാനിപ്പോ എന്താ വേണ്ടത്? അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞാലോ? നേരത്തെ കാട്ടിയതുപോലെ എടുത്തു ചാടല്ലേ ഏട്ടാ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അത് തിരുത്താൻ പറ്റില്ലല്ലോ. ഇനി എന്തെങ്കിലും ചെയ്യുന്നത് നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. അമ്മ വിചാരിച്ചിരിക്കുന്നത് ഏതോ എസ്റ്റേറ്റ് മാനേജർ ശാരികയുടെ കല്യാണം മുടക്കിയെന്നാണ്. തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അന്നേരം സത്യഭാമ അകത്തുനിന്നും പ്രീതിന്ന് വിളിക്കുമ്പോൾ ദാ വരുന്നു എന്ന് പറഞ്ഞു പോവുകയാണ് പ്രീതി. വിജയലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും തിരികെ വന്ന ശാലിനി ഒരു കുന്നിൻ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. പിറകെ ശാരദാമ്മ മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശാരദാമ്മ പുറകെ വിളിക്കുന്നെങ്കിലും ശാലിനി അത് കേൾക്കുന്നില്ല. ശാരദാമ്മ എത്തുന്നതിന് മുമ്പ് ശാലിനി കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയാണ്. ഈ രംഗങ്ങളെല്ലാം സ്വപ്നം കണ്ട് ശാരദാമ്മ ഉറക്കത്തിൽ നിന്നും മോളെന്ന് വിളിച്ചുകൊണ്ട് ഞെട്ടി ഉണരുകയാണ്. ശാരദാമ്മയുടെ നിലവിളി കേട്ട് ശാരികയും ശ്യാമയും റൂമിലേക്ക് ചെല്ലുകയാണ്. ആകെ വീർത്ത് കുളിച്ച് പരിഭ്രമിച്ച് നിൽക്കുന്ന ശാരദാമ്മയെ കണ്ട് ശാരിക ചോദിക്കുകയാണ്, അമ്മയെ എന്തു പറ്റി? എൻ്റെ മോള് ശാലിനി എന്ന് പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, കുഞ്ഞേച്ചിക്ക് എന്തു പറ്റി? അവളെന്തോ അവിവേകം കാണിച്ചിട്ടുണ്ട്.
ശാരിക ചോദിക്കുകയാണ്, എന്ത് അവിവേകം, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? പേടിച്ച് പരിഭ്രമിച്ച് വീണ്ടും ശാരദാമ്മ പറയുകയാണ്, എനിക്കങ്ങനെ തോന്നി മോളെ, കൺമുന്നിൽ കണ്ടതുപോലെ. വലിയൊരു സാഹസം എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ കരയുമ്പോൾ ശ്യാമ പറയുകയാണ്, എൻ്റെ അമ്മയെ, ശാലിനിയേച്ചിയെ പറ്റിയാണോ അമ്മ ഇതൊക്കെ പറയുന്നത്? എന്ത് സംഭവിച്ചാലും ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ജീവിതത്തോട് പൊരുതാനും ജയിക്കാനുമുള്ള ശക്തിയും ശേഷിയുമുണ്ട് ചേച്ചിക്ക്, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ശാരദാമ്മ പറയാണ്, എൻ്റെ മോളെ ഇപ്പൊ കാണണം, എനിക്കവളെ കാണണം മോളെ, കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ശാരദാമ്മ. ശാരിക പറയുകയാണ്, പക്ഷേ ഇപ്പോൾ രാത്രിയായില്ലേ അമ്മേ, ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ നമുക്ക് അന്വേഷിക്കാം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല നമ്മുടെ ശാലിനിക്ക്. എന്നാലും എൻ്റെ മോള്, ഈശ്വര നീ ഒരാളേ ഉള്ളൂ അവളെ കാക്കാൻ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. ശാരികയെ പിടിച്ചു മാറ്റി ശ്യാമ പറയുകയാണ്, അമ്മയോട് പോയി കിടക്കാൻ പറയ് ചേച്ചി, രാത്രി മുഴുവൻ ഇങ്ങനെ ഉറക്കം വിളിച്ച് കിടന്നാൽ വല്ല അസുഖവും വരും. അമ്മയോട് ഇപ്പോഴൊന്നും പറയാൻ നിൽക്കണ്ട മോളെ, ശാലിനിയെ കാണും വരെ ആ പാവത്തിന് ഒരു ഉറക്കവും വരില്ല. ഏതായാലും നേരമൊന്ന് വെളുക്കട്ടെ, കുറുപ്പ് സാറിനെ കൂടി വിളിച്ചു വരുത്തിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ആ രാത്രി സമയം തന്നെ അവിടേക്ക് വരികയാണ് ബാലചന്ദ്രനും ഗോപാലകൃഷ്ണനും. മുറ്റത്ത് നിന്ന് ഗോപാലകൃഷ്ണൻ ശാരദേ എന്ന് വിളിക്കുമ്പോൾ ശാരിക പറയുകയാണ്, അച്ഛന്റെ ശബ്ദമാണല്ലോ, വാ നമുക്ക് പോയി നോക്കാം. ശാരദയില്ലേ അകത്തെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാരികയും ശ്യാമയും. ഗോപാലകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ശാരദയില്ലേ മക്കളെ അകത്ത്? ഉണ്ടെന്ന ദേഷ്യഭാവത്തിൽ ശാരിക പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, വിളിക്കണമെന്നില്ല. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, സംഭവിച്ചതിൽ എനിക്ക് ഖേദവുമുണ്ട്. എന്തൊക്കെയായാലും നിങ്ങളുടെ അച്ഛനല്ലേ ഞാൻ. ശാലിനി എങ്ങോട്ടാണ് പോയതെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിലും നല്ലത് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കുന്നതാണ്. ഏതായാലും അവരുടെ അന്വേഷണത്തോളം എത്തില്ലല്ലോ നമ്മളുടേത്. നമുക്ക് നമ്മുടെ കുട്ടിയെ കണ്ടുകിട്ടണം, അതാണ് പ്രധാന ആവശ്യം. എന്താ ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ശാരദാമ്മ. പുറത്തേക്ക് ഇറങ്ങി വന്ന ശാരദാമ്മ ചൂലെടുത്ത് ഗോപാലകൃഷ്ണനെ കാണിക്കുകയാണ്. അത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.